ഹാസ് അവക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ സെൽഫ് ലൈഫ് കൂടുതലുണ്ട്. ഒരു 1.5 മാസക്കാലമൊക്കെ മരത്തിൽ മൂത്ത് തന്നെ വിളഞ്ഞു കിടന്നോളും. 1.5 മാസത്തിനുള്ളിൽ നമ്മൾ വിളഞ്ഞു കഴിഞ്ഞിട്ട് പറിച്ചാൽ മതി. ഇത് മൂത്തോന്ന് നമ്മൾ അറിയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഞെടുപ്പിന്റെ ഭാഗം ചെറിയൊരു കുഴു വീഴും. ശ്രീ സാബു കണ്ണാട്ട് കയ്യിലുള്ളത് എന്താണ്? ഇത് അവക്കാടയാണ്. ഹാസ് മെക്സിക്കൻ ഹാസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് വളരെ അപൂർവമായിട്ടുള്ള. അതെ. എന്താ ഇതിന് പ്രത്യേകത പറഞ്ഞാലും വലിപ്പമുള്ള കായ്ക്ക് ഒരു 120 ഗ്രാം വരെ വെയിറ്റ് വരുള്ളൂ. ഇതിന്റെ ഓയിൽ കണ്ടന്റ് കൂടുതലുണ്ട്. പിന്നെ ഇത് നമുക്ക് ഈ സമുദ്രത്തിൽ നിന്ന് 1 കിലോമീറ്റർ പൊക്കമുള്ള സ്ഥലത്താണ് പ്ലാന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ശരി, എങ്കിലേ ഈൽഡ് കിട്ടുള്ളൂ ശരിക്കും. ഇതിപ്പോ അങ്ങേക്ക് എല്ലാം ഹാസ് ആണോ ഉള്ളത്? അല്ല, പല വെറൈറ്റികളുണ്ട്. പല വെറൈറ്റി ഉണ്ട് അല്ലേ? അതെ. അപ്പൊ ഈ ഹാസ് ഇപ്പൊ ഇത് നട്ടിട്ട് എത്ര നാളായി? ഇത് ഗ്രാഫ്റ്റ് ചെയ്തതാണ്? ഇത് ഗ്രാഫ്റ്റ് ചെയ്താ. ഇത് നമ്മള് വലിയ മരത്തില് നമ്മളൊരു 1.5 മീറ്റർ പൊക്കത്തിലിട്ട് ഗ്രാഫ്റ്റ് ചെയ്തെടുത്താണ്. എത്ര നാളായി ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഒരു 2 വർഷം കഴിഞ്ഞോളൂ. കായ്ച്ചു തുടങ്ങിട്ടോ? കായ്ച്ചു തുടങ്ങിയത് ഈ വർഷം മുതൽ കാവണി. അത് വലിയ മരത്തെ കയറ്റി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തോണ്ടാണ്. അത് ശരി. ഇത് എവിടെ നിന്ന് കിട്ടി? ഇത് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഇതിന്റെ വുഡ് കിട്ടി? അതെ. ശരി. എന്താ വലിയ കമ്പാണോ കിട്ടിയത്? അല്ല, ചെറിയ കമ്പ്, 4 ഇഞ്ച് നീളത്തിലുള്ള ഒരു കമ്പ് കിട്ടിയതാണ്. അപ്പൊ അങ്ങേക്ക് ഗ്രാഫ്റ്റിംഗ് എല്ലാം അറിയാവുന്നത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വലിയ മരത്തെ കയറ്റി ഗ്രാഫ്റ്റ് ചെയ്താണ്. അപ്പൊ ഇത് വളരെ പ്രസിദ്ധമായ ഒരു സാധനമാണ്. ഈ ഹാസ് ആണെന്ന് അറിയാനുള്ള ഒരു മാർഗം. ഇതിന്റെ ഈ ഹാസിന് തൂക്കം പരമാവധി ഒരു 170 ഗ്രാമത്തിൽ താഴെ ഉണ്ടാവുള്ളൂ. ഇതിന്റെ മൊരവരപ്പുണ്ട്. പിന്നെ ഇതിന് ഓയിൽ കണ്ടന്റ് ഒക്കെ കൂടുതലായിരിക്കും. അതൊക്കെയാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഇതിലിപ്പോ എത്ര കായുണ്ട്? ഇതിലിപ്പോ കാവലം തുടങ്ങിയല്ലേ ഉള്ളൂ. ഇതിനകത്തൊരു 5-8 കായാണോ വലിപ്പമുള്ള ഉള്ളൂ. ബാക്കിയൊക്കെ ചെറുതരം കായ കിടപ്പുണ്ട് ഇടവഴി. നെല്ലിക്ക വലുപ്പത്തിലുള്ള കായ കണ്ടോ? അതുകൊണ്ടോ സാറേ? അപ്പൊ പല വലുപ്പത്തിലുള്ള കായ ഉണ്ടാവും. ഇതൊരു വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ കായ്ക്കുന്ന പറഞ്ഞത്. ശരി. ഇത് അങ്ങ് എവിടെയാ ഗ്രാഫ്റ്റ് ചെയ്തത്? ഗ്രാഫ്റ്റ് ചെയ്ത് കാണിച്ചുതരാം. അതെ, ഇതാ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് ഉദ്ദേശം 2 മീറ്റർ പൊക്കത്തിലിട്ട് ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യണം. അങ്ങേക്ക് എത്ര ഇനം അവക്കാഡോ ഉണ്ട്? നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു 4 വെറൈറ്റി ഉണ്ട്. അപ്പൊ ഹാസ് ഇത് മാത്രമല്ലോ? 4 വെറൈറ്റി നമ്മുടെ നാടൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ വയനാടൻ വെറൈറ്റി നമ്മുടെ കയ്യിൽ ഒരു 20 വെറൈറ്റി ഉണ്ട്. ശരി. അപ്പൊ ഹാസിന്റെ കായ്കൾ, ചെറിയ കായ്കളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുവിധ സാമാന്യം വലിപ്പമുള്ള കായ്കളും ഉണ്ട്. ഇത് കായ തുടങ്ങിയിട്ടുള്ളൂ, കാവൽ തുടങ്ങിയിട്ടില്ലുള്ളൂ. പിന്നെ നമുക്ക് ഇത് ഹൈറ്റ് കുറവാണല്ലോ. ഇവിടെ അടിമാലി തുടങ്ങിയ സ്ഥലം ഒരു സമുദ്രത്തിൽ നിന്നൊരു 700 മീറ്റർ കൂടുതൽ ഹൈറ്റ് ഇല്ല. എത്ര മീറ്റർ ഹൈറ്റ്? ഇത് 1000 മീറ്റർ ഹൈറ്റ് ഉള്ളിടത്തിൽ നല്ല കായ്ഫലമായിരിക്കും പറയുന്നത്. സമുദ്രത്തിൽ 1000 മീറ്റർ ഹൈറ്റ് ഉള്ള 1 കിലോമീറ്റർ ഹൈറ്റ് ഉള്ളിടത്തിലാണ് ഇത് നന്നായി കായ്ക്കുന്നത്. ഓ ശരി. 1 കിലോമീറ്റർ? സമുദ്രത്തിൽ നിന്ന് 1 കിലോമീറ്റർ ഹൈറ്റ് ഉള്ളിടത്തിൽ 1000 മീറ്റർ ഹൈറ്റ് ഉള്ളിടത്തിലാണ് ഹാസ് വെറൈറ്റി ഏറ്റവും വിജയം. അപ്പൊ എന്തായാലും ഇത് നമുക്കിപ്പോ സീസൺ അല്ല, ഇനി അടുത്ത വർഷം ഒരു കായാവും. നല്ലതുപോലെ കായ്ക്കും. നല്ലതുപോലെ കായ്ക്കും.